മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ മിനിഞ്ഞാന്നാളെ സംഭവം ഉണ്ടായത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചല്ല, മിണ്ടി കൊടുത്തില്ലല്ലോ. ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് രാവിലെ ഇത്രയും രൂക്ഷമായ പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയിട്ട് മിണ്ടിയില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അതൊരു വാർത്തയായതിനു ശേഷം കെ.സി. വേണുഗോപാൽ വന്ന് അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് UDF നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരം ഒന്ന് പറഞ്ഞു എന്ന് വരുത്തിയത് മുഖ്യമന്ത്രി. വൈകുന്നേരത്തെ യോഗത്തിൽ രാവിലെ അദ്ദേഹം മറന്നുപോയി. അപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് നട്ടാക്കുറിക്കാത്ത നുണ പറയുകയാണോ? ആസാമാണ് ഏറ്റവും പ്രശ്നം, കേരളത്തിലൊന്നും അല്ലല്ലോ പൗരത്വ പ്രശ്നം, ആസാമിലാണ്. ആസാമിൽ പബ്ലിക് മീറ്റിംഗ് നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം അറബിക്കടലിൽ CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. എവിടെ? കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതിനെല്ലാം വേണ്ടി നേരത്തെ പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഞാൻ ചിരിച്ചുപോയി. പൗരത്വ നിയമം ഇസ് എ സെൻട്രൽ ആക്ട്. പൗരത്വം കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പൗരത്വം കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിനെ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, കള്ളത്തരം പറയല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളാണ്? ഇപ്പോൾ എന്താ പറയണത്? കമ്മീഷണർ അഴിഞ്ഞാടി അല്ലേ എന്നല്ലേ പറയണത്? എപ്പൊത്ത് തലേ ദിവസം രാത്രി തൊട്ട് കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്. എപ്പോൾ വരെ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30 വരെ കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്. 2 മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർ 2 പേര് ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്ന അറിഞ്ഞില്ലേ? എൻ്റെ ചോദ്യമാണ്. അറിഞ്ഞില്ല. കമ്മീഷണർ അഴിഞ്ഞാടിക്കൊണ്ടേയിരുന്നു. ഇനി ADGP സ്ഥലത്തുണ്ട്. ADGP അറിഞ്ഞില്ലേ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? ഇനി മുഖ്യമന്ത്രി എന്നുള്ള ഒരാളുണ്ടല്ലോ കേരളത്തിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആൾ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള ആൾ. ഈ മനുഷ്യനറിഞ്ഞില്ലേ ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? പിറ്റേ ദിവസം വെളുപ്പിനാണ് അറിയുന്നത്. അതിനേക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞല്ലോ. BJPയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്, പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് UDF. 20-ൽ 20 സീറ്റും നേടി ചരിത്ര വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലായപ്പോഴേക്കും എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ, മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. PV അൻവർ MLA രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുമെന്ന്. പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായൊരു പ്രസ്താവന, ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന, നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു. പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും. എന്നിട്ട് അവർ ആ വീടിൻ്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും. അതിൻ്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ PV അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന 37 ദിവസക്കാലമായി. 37 ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. ഇത് BJPയുമായി ഉണ്ടാക്കിയൊരു ധാരണയുടെ ഭാഗമാണ്. BJPയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്, പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. അപ്പോൾ അദ്ദേഹം BJPയെ സന്തോഷിപ്പിച്ച്, BJPയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു. BJP ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോട്ടീസ് വരും, ഇപ്പോൾ അന്വേഷണം കൂടും, അന്വേഷണം ഇപ്പം കടിപ്പിക്കും, ഇപ്പം ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ആ ഭയത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. അപ്പോൾ BJPയെ സന്തോഷിപ്പിക്കാൻ, BJPയെ പ്രീതിപ്പെടുത്താനാണ്. പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ, ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ മോഡിയെ സന്തോഷിപ്പിക്കുക, BJPയെ സന്തോഷിപ്പിക്കുക, അവരുടെ ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണിപ്പോൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അല്ല അപമാനിച്ചിരിക്കുന്നത്,
ആ കുടുംബത്തെ മുഴുവൻ അവമാനിച്ചിരിക്കുകയാണ്. രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ്. ഈ CPM എത്ര നിലവാരമില്ലാതെ പെരുമാറും, എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കും. ഇത് പറയുമല്ലോ, ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും. അതേപോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കുകയാണ്. ഇതേ പിണറായി വിജയൻ ഇതേ അൻവറിനെ കൊണ്ട് നിയമസഭയ്ക്കകത്ത് എനിക്കെതിരായിട്ട് 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. കോടതി എടുത്ത് തള്ളി കൊട്ടയിലിട്ടു. അപ്പോൾ എന്തും പറയിപ്പിക്കും, ആരെ കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കിട്ടിയ ഒരു ആയുധം. അയാളെ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇദ്ദേഹമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ നമുക്കറിയാം, ഇന്ന് നിങ്ങളെല്ലാവരും അറിയണം, ഇന്ന് വിശ്വോത്തര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനവും ചരമദിനവുമാണ്. ഷേക്സ്പിയർ അധികാരം ദുഷിപ്പിച്ച, അധികാരവും പദവികളും ദുഷിപ്പിച്ച ഭരണകർത്താക്കളെക്കുറിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അധികാര ദുർമോഹിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ അധാർമികമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള മാക്ബത്ത് ഷേക്സ്പിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും ഉപയോഗിക്കും. അതാണിന്ന് രാജ്യത്ത് സമാനമായ സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി വർഗീയ പ്രചരണം വിഷം ചീറ്റുകയാണ്, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുകയാണ്, പരസ്യമായിട്ട് പറയുകയാണ്. ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകൾ പാകുകയാണ്, വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. നമുക്ക് അപരിചിതമായ ഒരു തരത്തിൽ രാജ്യത്ത് വലിയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിലൂടെ അധികാരം, അപ്പോൾ എത്രമാത്രം വെപ്രാളമാണ് അവർക്കുള്ളത്. 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അവസാനമായപ്പോഴേക്കും ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള സംശയത്തിലേക്ക്, സീറ്റുകളുടെ എണ്ണം കുറയുമോ എന്നുള്ള സംശയത്തിലേക്കും ഭയപ്പാടിലേക്കും BJP വഴുതി വീണു. അതിൻ്റെ അവസാന ശ്രമമാണ്, കരകയറാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഇന്നലെ രാജസ്ഥാനിൽ ഇന്ന് നടത്തിയ സംഭവം. ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ BJP എത്രമാത്രം ദുഷിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇത്രയും മോശമായ, ഇത്രയും വിദ്വേഷം ചുമത്തുന്ന ഒരു പ്രസ്താവന വന്നതിന് ശേഷം 48 മണിക്കൂറായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ എത്ര ദുർബലമായി, എത്രമാത്രം അവയെ തകർത്തിരിക്കുന്നു എന്നതിൻ്റെ കൂടി ഏറ്റവും വലിയ ഉദാഹരണമാണ് നടക്കുന്നത്. ആ BJP, അധികാരം ദുഷിപ്പിക്കുന്ന BJP, അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത പടർത്തുന്ന BJP, ആ BJPയുമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPMഉം സന്ധി ചെയ്തിരിക്കുന്നത്. എന്താ പറയണത്? ഇപ്പോൾ ഗുജറാത്ത് തൂത്തുവാരും BJP എന്നാരാ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ CPM സെക്രട്ടറി ഗോവിന്ദൻ. BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? BJP പ്രസിഡൻ്റല്ല, കേരളത്തിലെ LDF കൺവീനർ. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, BJPയെ ഭയന്ന് നടത്തുന്ന ശ്രമമാണ്. എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് ഉണ്ടായത്. ആ വടകരയിൽ തോൽക്കുമെന്നായപ്പോൾ അവസാനത്തെ ആഴ്ച വൈകാരികമായ പ്രകടനം നടത്തി കൊണ്ടുവന്ന നുണബോംബ് പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി നുണബോംബ്. അവസാനം വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ലാന്ന്. എന്നിട്ട് ഇന്ന് ഗോവിന്ദൻ വീണ്ടും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാണ്, ഇപ്പോഴും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വീഡിയോ ഉണ്ട്, അത് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും ഗോവിന്ദനെതിരായി. ഗോവിന്ദൻ പിന്നെ എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ്, വാ തുറന്നാൽ എന്തു വേണമെങ്കിലും പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഞങ്ങൾ ചോദിച്ചല്ലോ, ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെയൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഒരു UDFകാരനാണെങ്കിൽ അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എൻ്റെ ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ല, വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകർ. ഞാൻ പോലീസിൽ വിളിച്ച് അന്വേഷിച്ചു, പോലീസ് കണ്ടിട്ടില്ല വീഡിയോ. അപ്പോൾ വീഡിയോ എവിടെ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വീഡിയോ ഇല്ല. അപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞു അത് പോസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചു, പോസ്റ്ററാണെങ്കിലും നമുക്ക് നോക്കാം, അശ്ലീല പോസ്റ്ററാണെന്നാണ് പറഞ്ഞത്, നമുക്ക് നടപടിയെടുക്കാം. അങ്ങനെ പാടില്ലല്ലോ, ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളത് കുട പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. CPM ചെയ്യുന്ന പോലെ. അപ്പോൾ CPM ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം ഞാൻ കണ്ടിട്ടില്ല പോസ്റ്റർ, നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റർ? ഇവരാരും കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പോസ്റ്റർ?
പോലീസിൻ്റെ കയ്യിലും ഇല്ല ഈ പോസ്റ്റർ, പരാതി കൊടുത്തതിലും ഇല്ല. സാധാരണ പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കും പോസ്റ്റർ. അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല. ഇനി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ PR ഏജൻസി ഈ പോസ്റ്റർ ഉണ്ടാക്കണം പുതിയതായിട്ട്. പോസ്റ്റർ ഇല്ല. അപ്പോൾ എന്തൊരു കാപഢ്യമാണ്. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ആഴ്ച വൈകാരികമായി വന്നിട്ട് ഗദ്ഗത കണ്ടയായി സംസാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ് പൊടിയുടെ അലർജി കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്, കരഞ്ഞതല്ല എന്ന് പറയും. എന്തൊരു കാപഢ്യമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുകയാണ് വടകരയിൽ നടന്നത് തെമ്മാടിത്താണ്. നമ്മൾ വിഷുവിന് ചിലപ്പോൾ പടക്കം പൊട്ടിച്ചിങ്ങനെ കുട്ടികളെ എറിയും, പടക്കം ചീറ്റിപ്പോവും. ആ ചീറ്റിപ്പോയ പടക്കം എടുത്തുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്ന പോലെയാണ് ഇന്ന് പിണറായി വിജയൻ ചീറ്റിപ്പോയ വടകരയിലെ പടക്കം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇന്ന് പറയുക വടകരയിൽ നടന്ന തെമ്മാടിത്തരമാണ്. അത് ചീറ്റിപ്പോയതിൻ്റെ വിഷമമാണ് പറയുന്നത്. ഇവരൊക്കെ എന്തു വൃത്തികേടും പ്രചരിപ്പിക്കാനും പറയാനും മടിയില്ലാത്തവരായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തിനാ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതും CPM ആണ്. CPMന് ഏറ്റവും ബെസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയേക്കാൾ ഏറ്റവും നല്ലത് NDA ആണ്, ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ BJP സ്ഥാനാർത്ഥികൾ അഡ്ജസ്റ്റ് ചെയ്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയൊക്കെയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നത്, BJP എവിടെയൊക്കെയാണ് CPM സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമല്ലോ. ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഗോവിന്ദനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്നൊരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ. ഒരേ വാചകങ്ങളാണ് ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരേപോലെയാണ് ദ്രോഹിക്കുന്നത്. അദാനി പോർട്ടിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നു പുനരധിവാസത്തിന് വേണ്ടി തിരുവനന്തപുരം രൂപതയുടെ നേതൃത്വത്തിൽ. അത് വ്യാപകമായി പ്രചരണം നടത്തി CPM. അത് എന്താണ്, അർബൻ നക്സലൈറ്റുകളാണ്, തീവ്രവാദികളാണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തിരുവനന്തപുരം ആർച്ച് രൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തിരുവനന്തപുരം രൂപതയിലെ വികാരി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ തീവ്രവാദികളാണ് എന്ന് അവരുടെ പടം വെച്ചുകൊണ്ട് കൊടുത്തു. ഇപ്പോൾ അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയണം. എങ്ങനെ അക്കൗണ്ട്? സ്റ്റേറ്റ് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ്. സ്റ്റേറ്റ് പോലീസ് അത് തീവ്രവാദ സ്വഭാവം ഉണ്ട്, തീവ്രവാദികൾ ആ പോർട്ടിലെ സമരത്തിൻ്റെ പുറകിലുണ്ട് എന്ന് സംസ്ഥാന ഇൻ്റലിജൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തി. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അവരുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായി മരവിപ്പിച്ചത്. കേരള പോലീസ് അതിൻ്റെ പുറകിലുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കിഷ്ടമില്ലാത്ത സമരം ആര് ചെയ്താലും ആ സമരത്തെ അർബൻ നക്സലൈറ്റുകളെന്ന് വിളിക്കും, തീവ്രവാദികളെന്ന് വിളിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്ത് അവരെ തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഗുരുതരമായ സംഭവങ്ങളാണ് കേരളത്തിലുള്ളത്. ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു, കേരള ഭരണത്തിൻ്റെ വിലയിരുത്തലാവുമോ? മുഖ്യമന്ത്രി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ, ഇത് കേരളത്തിലെ ഭരണത്തിൻ്റെ കൂടി വിലയിരുത്തലാകും എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുകൂടി വിലയിരുത്തപ്പെടും. കേരളത്തിൽ 1 കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത്, ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടി, ആശുപത്രിയിൽ മരുന്നില്ലാത്തത്, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തത്, കരാറുകാർക്ക് 16,000 കോടി കൊടുക്കാനുള്ളത്, ജീവനക്കാർക്കും പെൻഷൻകാർക്ക് കൂടി 40,000 കോടി കൊടുക്കാനുള്ളത്, ഉച്ചഭക്ഷണത്തിന് പണമില്ലാത്തത്, ഖജനാവ് കാലിയാക്കിയത്, കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന ഈ അഴിമതിക്കാരെക്കുറിച്ച് ധിക്കാരവും ധാർഷ്ട്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കിയ ഈ കേരളത്തെക്കുറിച്ചും ഗൗരവതരമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. അത് വിഷയമല്ല എന്ന് മുഖ്യമന്ത്രി പറയുക. ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റേ ജയിച്ചുള്ളൂ, ഈ പ്രാവശ്യം 2 സീറ്റ് ജയിച്ചാലും ഭയങ്കര വിജയമാണെന്നാണ്. അപ്പോൾ 2 സീറ്റ് പ്രതീക്ഷ, 1 സീറ്റിലും ജയിക്കില്ല. CPM 1 സീറ്റിലും ജയിക്കില്ല. LDF. ഇതാണ് പറയാനുള്ളത്. നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം, 37 ദിവസമായി ഒരേ ടെക്സ്റ്റാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും നടത്തുന്നത്. ഒരേ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ എല്ലായിടത്തെയും മുഖ്യമായ വാചകം രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു,
നിങ്ങളെന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? ഞാനല്ലേ അവരുമായി പോരാടുന്നത്, ബി ജെ പിയുമായി. എന്നെ 55 മണിക്കൂർ DD ചോദ്യം ചെയ്തു, എൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കി, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങൾ എന്നെയാണ് വിമർശിക്കുന്നത്. നിങ്ങൾ കുറച്ച് സമയം മോഡിയെയും BJPയെയും വിമർശിക്കാൻ എടുക്കണം. മോഡിയെയും BJPയെയും സംഘപരിവാർ സർക്കാരിനെയും വിമർശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ്. 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. നിങ്ങൾക്കൊരു നോട്ടീസ് പോലും അവർ തന്നിട്ടില്ലല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ചോദിച്ചത്, അതങ്ങനെ ആക്കിയതാണ്. അത് കറക്റ്റല്ലേ ആ ചോദിച്ചത്? ഒരു നോട്ടീസ് പോലും കൂടെ. ലൈഫ് മിഷൻ്റെ പേരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുക ശിവശങ്കർ. ലൈഫ് മിഷൻ്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട, ഒരു മൊഴിയെടുക്കണ്ടേ? നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് 6.5 കൊല്ലമായിട്ട് SNC ലാവലിൻ്റെ കേസ് എടുക്കാത്തത്? സുപ്രീം കോടതിയിൽ CBIയുടെ വക്കീലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീലും ഹാജരാവില്ലല്ലോ. 6.5 കൊല്ലമായി 60 പ്രാവശ്യം മാറ്റിവെച്ചില്ലേ? 60 പ്രാവശ്യം. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തുടക്കം മുതലേ അത് BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ട. BJPക്ക് ഏറ്റവും ഇഷ്ടം എന്താ? രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കില്ലേ? പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച് സംസാരിക്കും. 2014 മുതൽ രാഹുൽ ഗാന്ധിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുകയായിരുന്നു BJP സംഘപരിവാർ. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി കേരളത്തിൽ പിണറായി വിജയനും CPMും കൂടി അത് ഏറ്റെടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണല്ലോ ചെയ്തത്. അതായത് എല്ലാ ദിവസവും പൗരത്വ നിയമം പറയും, എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കും. അപ്പം സംസ്ഥാന സർക്കാരിനെതിരായി ഉയരുന്ന അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ വരാതിരിക്കാനുള്ളൊരു കൗശലവും ചുളുവിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാനുള്ള ഒരു ശ്രമവുമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എക്സ്പോസ്ഡായി. ഞങ്ങളിപ്പുറത്ത് വർക്ക് ചെയ്യല്ലേ, ഞങ്ങളത് പറയില്ലേ? അതാണ് സംഭവിച്ചത്. 37 ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോഴല്ല പറയുന്നത്, ഞാൻ അന്ന് മുതലേ പറയുന്നത്. ഇതേ എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം. ഇനി പറയാം, പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ പോയി മത്സരിക്കുന്നു. ഓക്കെ, അവർ പറഞ്ഞോട്ടെ. അദ്ദേഹം വാരണാസിയിലല്ല മത്സരിക്കുന്നത്, ഗുജറാത്തിലല്ലല്ലോ, സ്വന്തം സംസ്ഥാനത്തല്ലല്ലോ. പിറ്റേ ദിവസം പിണറായി വിജയൻ സെയിം സെൻറ്റൻസ്, രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. ഈ 2 പ്രസ്താവന എഴുതുന്ന ഇപ്പോൾ ഒരു സ്ഥലത്താണ്. അതാണ് എൻ്റെ ഡൗട്ട്. പിന്നെ സ്മൃതി ഇറാനി എന്ന് പറയുന്ന മന്ത്രിയെ വർഷങ്ങളായി നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയിരിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഏറ്റവും മോശമായി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാം. അവരത് ഭംഗിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കേരളത്തിലും വരും, വയനാട്ടിലും വരും, അവിടെയൊക്കെ വരും. ഒരു ദിവസം രാഹുൽ ഗാന്ധി ഈ സ്മൃതി ഇറാനിയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ, പിറ്റേ ദിവസം സെയിം സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വാക്കിൽ പോലും വ്യത്യാസമില്ലാതെ പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഞാൻ ചോദിച്ചത്, ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നതാണോ? 5 കൊല്ലം മുമ്പ് ലീഗിൻ്റെ പതാക വയനാട്ടിലെ വിവാദമാക്കിയത് BJP. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ ലീഗിൻ്റെ പതാക വിവാദമാക്കിയത് പിണറായി വിജയൻ. അപ്പോൾ BJPയും പിണറായി വിജയനും തമ്മിലുള്ള ദൂരമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ആ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഒരു ഒടുക്കത്തെ ഒരു നിപ്പ് നിന്ന്. അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വിധേയത്വമാണ്, ഇത്രയും ഭയം എന്നാണ് കണ്ടാൽ തോന്നും. പക്ഷേ നമുക്കപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല, അങ്ങനെ പോവോ? അതുകൊണ്ടാണ് ഞാനത് മറ്റേ പേരിട്ടത്, കസവ് കെട്ടിയ. എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ? 2010 മുഖ്യമന്ത്രി എന്തെല്ലാം നുണ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടു. ആദ്യം പറഞ്ഞു പാർലമെൻറ്റിൽ ഈ പൗരത്വ നിയമം എടുത്തപ്പോൾ നമ്മുടെ MP-മാരെല്ലാം ഊണരിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞു, സോണിയാഗാന്ധിയുടെ വീട്ടിൽ. അവരാരും സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ശശി തരൂരിൻ്റെ, പ്രേമചന്ദ്രൻ്റെ, ET മുഹമ്മദ് ബഷീറിൻ്റെ 3 പേരുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു, ഇവരാരും വോട്ട് ചെയ്തില്ല പൗരത്വ നിയമത്തിനെതിരായിട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ മുഴുവൻ UDF MP-മാരോടക്കം കോൺഗ്രസിൻ്റെ MP-മാർ മുഴുവൻ പാർലമെൻറ്റിൽ പൗരത്വ നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തതിൻ്റെ പാർലമെൻറ്റിലെ രേഖ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് നട്ടാക്കുരുക്കാത്ത നുണ പറയുകയാണോ? ആസാമാണ് ഏറ്റവും പ്രശ്നം, കേരളത്തിലൊന്നും അല്ലല്ലോ പൗരത്വ പ്രശ്നം, ആസാമിലാണ്. ആസാമിൽ പബ്ലിക് മീറ്റിംഗ് നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം അറബിക്കടലിൽ. അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചല്ലോ കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞല്ലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ കണക്കാക്കാൻ പറ്റില്ല, കോൺഗ്രസ് സമ്മതിക്കില്ല.
ഇവിടെ പ്രിയങ്ക ഗാന്ധിയും ചിദംബരവും പറഞ്ഞല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് കളയുമെന്ന്. ഞങ്ങളത് പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലം BJP ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ എല്ലാം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകേണ്ട. പിന്നെ 19 സീറ്റിലേറ്റാണ് യഥാർത്ഥത്തിൽ മത്സരിക്കണം. ബാക്കി പിന്നെ കുറച്ച് ബംഗാളിൽ അവിടെ ഇവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട്. CPM ശരിക്ക് കണ്ടസ്റ്റ് ചെയ്യുന്ന 19 സീറ്റിൽ മത്സരിക്കുന്ന 540 പാർലമെൻറ്റ് അംഗങ്ങളുള്ള സ്ഥലത്ത് മത്സരിക്കുന്ന CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. പ്രകടന പത്രിക എന്താ ശരിക്ക്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യുമെന്നാ. CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. എവിടെ? കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതിനെല്ലാം വേണ്ടി നേരത്തെ പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഞാൻ ചിരിച്ചുപോയി. പൗരത്വ നിയമം ഇസ് എ സെൻട്രൽ ആക്ട്. പൗരത്വം കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പൗരത്വം കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിനെ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കള്ളത്തരം പറയല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളാണുള്ളത്? കറക്റ്റാണെന്നേ. പ്രേമേന്ദ്രൻ പറഞ്ഞ കറക്റ്റല്ലേ? സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്? പൗരത്വ നിയമം സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയ എല്ലായിടത്തും ബാധകമല്ലേ? മാത്രമല്ല പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ എന്ത് റോളാണ് സ്റ്റേറ്റിനുള്ളത്? നടപ്പാക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കേരളത്തിൽ അത് ഉള്ളൊരു വിഷയമല്ല, ഒരു ദേശീയ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ പേരിൽ സമരത്തിൽ പോയിട്ട് കേസുള്ള ഞങ്ങൾക്കൊക്കെ ഈ കേസെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞാണ്. 835 കേസെടുത്ത് ആരാ? പിണറായി വിജയനല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് വരെ പിൻവലിച്ചില്ലല്ലോ. ആകെ 69 കേസ് പിൻവലിപ്പിച്ചു. സൂചിപ്പിക്കുമായിരുന്നു BJP. ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സബ്ജക്റ്റ് മാറ്റാൻ വേണ്ടി. ഇപ്പോഴാണ് പൗരത്വ പ്രേമമെന്ന്. അതിനു മുമ്പ് ഈ കേസ് പിൻവലിക്കാൻ പൗരത്വ പ്രേമം ഉണ്ടായില്ലല്ലോ. 1 ഡസൻ പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വ നിയമത്തിൻ്റെ പ്രക്ഷോഭണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന്. പിൻവലിച്ചില്ലല്ലോ. 2019 കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പൗരത്വത്തോടൊരു സ്നേഹം. ഇതൊക്കെ വെറും കാപഢ്യമാണ്. വിഷയങ്ങൾ മറച്ചു വയ്ക്കാൻ നോക്കുകയാണ്. ആളുകളൊന്നും മറക്കില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം. ക്രിമിനൽ വൽക്കരിച്ചത്, നവകേരള സദസ്സ്, സിദ്ധാർത്ഥിൻ്റെ മരണം, വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിൻ്റെ മരണം, കാസർഗോഡ് റിയാസ് മൗലവിയുടെ മരണവും കേസിൻ്റെ വിധിയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭരണം മുഴുവൻ വളരെ മോശമായി, ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണകൂടമാണ് കേരളത്തിലെ ഭരണകൂടം. ചർച്ച ചെയ്യപ്പെടും, സംശയം എന്താ? അതൊന്നല്ല അങ്ങനെ. അദ്ദേഹം ഹി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് വെൻ വി വിൽ കം ഇൻ ടു പവർ ഇറ്റ് വിൽ ബി സ്ക്രാപ്ഡ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞു. പിന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഈ വാക്കത്തിയോടല്ലല്ലോ നമ്മൾ പോരാടേണ്ടത്. വാക്കത്തി വെച്ച് വെട്ടുന്ന ആളോടല്ലേ പോരാടേണ്ടത്? വാക്കത്തിയോടല്ലല്ലോ നമ്മുടെ ഫൈറ്റ്. ഇവനെ ആയുധമായിട്ട് ഉപയോഗിക്കുകയല്ലേ പിണറായി വിജയൻ. ഇപ്പോൾ വാക്കത്തിയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്? അല്ലെ കോടാലിയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കോടാലിയോടും വാക്കത്തിയോടും അല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആയുധം ഉപയോഗിക്കുന്ന ആളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയനോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ ആളുകളോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകണം എന്തിനാ? എന്ത് കാര്യത്തിന്? ഇപ്പോൾ പറഞ്ഞ നിയമസഭയിൽ പറഞ്ഞ അറിയില്ല ആരോപണം. അതായത് കേരളയിൽ വരുമായിരുന്നുവെങ്കിൽ കേരളം IT-യുടെ കേന്ദ്രമായി മാറുമായിരുന്നു. വലിയ ബൂസ്റ്റാവും. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ തകരുമായിരുന്നു 2050 ആകുമ്പോഴേക്കും. ഇത് മുൻകൂട്ടി കണ്ട ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനി ഉടമകൾ KC വേണുഗോപാലിനെ ബന്ധപ്പെട്ടു. KC വേണുഗോപാൽ VD സതീശനെ ബന്ധപ്പെട്ടു. ഇപ്പോഴല്ല, ഞാൻ MLA ഇരിക്കുമ്പോൾ. എന്നിട്ട് പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം, ഈ 2021. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ ഒരു 150 കോടി രൂപ മത്സ്യം കയറ്റി വരുന്ന ഒരു മത്സ്യം ഫ്രീസ് ചെയ്ത് വരുന്ന വലിയ ട്രക്കിൽ കടത്തി വിട്ടു. അത് ചാവക്കാട് എത്തി. ചാവക്കാട് നിന്ന് ഞാൻ 2 ആംബുലൻസിൽ അത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഒറ്റ ആൾക്ക് പൈസ കൊടുക്കാതെ ഞാൻ തിരിച്ചത് ബാംഗ്ലൂരിലേക്ക് വിട്ടു. എങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. അപ്പം മാത്രമല്ല ആ സീക്വൻസിൽ തിരിച്ചു പോയ വണ്ടിയുടെ പേരും പറഞ്ഞില്ല. തിരിച്ചെങ്ങനെ കൊണ്ടുപോയെന്നും കൂടി പറയണ്ടേ? ഈ പിണറായി വിജയൻ പറയിപ്പിച്ചാണ്. ഞാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ച് എനിക്ക് ഈ പറഞ്ഞവനെക്കുറിച്ച് ഒന്നും പറയാനില്ല, നിങ്ങളെക്കുറിച്ചാണ് എനിക്ക് സഹതാപം. ഞാൻ ചിരിക്കണോ അല്ല നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ അവിടെ ഇരുന്നുകൊണ്ടല്ലേ ഇതൊക്കെ പറയിപ്പിക്കുന്നത്, എന്ത് തോന്നിയ ദിവസം പറയിപ്പിക്കണം. എന്നിട്ട് വേറൊരുത്തരെ കൊണ്ട് കോടതി കൊണ്ട് വിജിലൻസിൽ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. വിജിലൻസ് എനിക്കൊരു നോട്ടീസ് പോലും അയച്ചില്ലല്ലോ, എടുത്ത് തള്ളി നല്ല കൃത്യമായിട്ടുള്ള കമൻറ്റും പറഞ്ഞല്ലോ. എന്തും പറയാമെന്ന് പറഞ്ഞു. 2050
ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെ IT കമ്പനി തകരും. അപ്പോൾ അത് അവർ മുൻകൂട്ടി കണ്ടിട്ട് കേരളയിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ എന്തും പറയും, മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, വെട്ടിയിട്ട് മുറിയില്ലല്ലോ, ഒരു മുറിവുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ മതി. ഇവരൊക്കെ ഇപ്പം മീഡിയയുടെ ഫോക്കസിലായില്ലേ, സന്തോഷമായില്ലേ? ചിലർക്ക് നെഗറ്റീവ് വാർത്തയിലും കുഴപ്പമില്ല, മീഡിയയുടെ ഫോക്കസിൽ നിന്നാൽ മതി, കണ്ടാൽ മതി, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ അതാണല്ലോ വാപോയ കോടാലി ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശ്രദ്ധിക്കാണ്ട. ഞാൻ പറഞ്ഞല്ലോ ക്ലിയറായിട്ട്. അതായത് രാത്രിയാവുമ്പോൾ ഇപ്പോൾ എന്താ പറയണത്, കമ്മീഷണർ അഴിഞ്ഞാടി അല്ലേ എന്നല്ലേ പറയണത്? എപ്പൊത്ത് തലേ ദിവസം രാത്രി തൊട്ട് കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്. എപ്പോൾ വരെ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30 വരെ കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്. 2 മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർ 2 പേര് ഈ കമ്മീഷണർ അഴിഞ്ഞാടെന്ന് അറിഞ്ഞില്ലേ? എൻ്റെ ചോദ്യമാണ്. അറിഞ്ഞില്ല, കമ്മീഷണർ അഴിഞ്ഞാടിക്കൊണ്ടേയിരുന്നു. ഇനി ADGP സ്ഥലത്തുണ്ട്, ADGP അറിഞ്ഞില്ലേ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? ഇനി മുഖ്യമന്ത്രി എന്നുള്ള ഒരാളുണ്ടല്ലോ കേരളത്തിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആൾ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള ആൾ, ഈ മനുഷ്യനറിഞ്ഞില്ലേ ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? പിറ്റേ ദിവസം വെളുപ്പിനാണ് അറിയുന്നത്. അതിനേക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞല്ലോ. എനിക്ക് ഇൻ്റലിജൻസും സ്പെഷ്യൽ സംവിധാനവും ഇല്ലല്ലോ. എന്നെ ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ഇയാൾ കിടന്ന് ഭയങ്കര കുഴപ്പമുണ്ടാക്കുമെന്ന്. ഞാൻ അയാളെ ഫോണിൽ വിളിച്ചിട്ട് കുറേ ട്രൈ നോക്കി കിട്ടുന്നില്ല ആളാണ്. എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി കമ്മീഷണർ നേരിട്ട്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30 അറിഞ്ഞത്. ഒരു കമ്മീഷണർ, ഒരു പോലീസ് കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടിയിട്ട്. അപ്പം ഇത് നാടകമാണ്, പ്ലോട്ടാണ്, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ടാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, LDF കൺവീനർ എന്ന് പറയുക, മിടുക്കന്മാർ സ്ഥാനാർത്ഥികൾ. തൃശ്ശൂരത്തെ സ്ഥാനാർത്ഥിയുടെയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ പേരാ കൂടുതലുണ്ട് ഉണ്ട്. ഗോവിന്ദൻ പറയുക ഗുജറാത്ത് BJP തൂത്തുവാരോട്ടാണ്. അമിത്ഷാ അല്ല പറഞ്ഞത്, ഗോവിന്ദൻ പറയുക ഗുജറാത്ത് തൂത്തുവാരും, BJP തൂത്തുവാരും. എന്തൊരു സന്തോഷം അത് പറയുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് NDA-ആണ്. നല്ല സൗഹൃദമായിട്ട് പോവാം. നമുക്കാണെങ്കിൽ ഈ ഒരേപോലെ ഇരിക്കുന്ന 2 പേരെ ഒരുമിച്ച് നേരിടണ്ടല്ലോ, രണ്ടായിട്ട് നേരിടണ്ടല്ലോ, ഒരുമിച്ച് നേരിട്ടപ്പോഴേ അല്ല. അതാണ്, അത് വർഗീയമാക്കി മാറ്റി നേട്ടം കൊയ്യാൻ BJPക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ പറയുന്നതല്ല, കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ മുഴുവൻ LDF നേതാക്കന്മാരുടെയും ശ്രമം. അതിലെ ഏറ്റവും അവസാനം കണ്ടാണ് അവിടെ കണ്ടത്. അല്ലല്ല, അത് നടപടി നമ്മൾ ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി നിയമപരമായ നടപടികൾ നീങ്ങും. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ, ഇനി ഞാൻ നാളെ സംഭവം ഉണ്ടായത്, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചല്ല, മിണ്ടി കൊടുത്തില്ലല്ലോ ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച്. രാവിലെ ഇത്രയും രൂക്ഷമായ പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയിട്ട് മിണ്ടിയില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷമാണ് അതൊരു വാർത്തയായതിനു ശേഷം KC വേണുഗോപാൽ വന്ന് അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് UDF നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരം ഒന്ന് പറഞ്ഞു എന്ന് വരുത്തിയത് മുഖ്യമന്ത്രി. വൈകുന്നേരത്തെ യോഗത്തിൽ രാവിലെ അദ്ദേഹം മറന്നുപോയി. ഇത്രയും രൂക്ഷമായൊരു പ്രസ്താവന പ്രധാനമന്ത്രി മിനിങ്ങാന്ന് നടത്തിയിട്ട് രാവിലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മറന്നുപോയി ഈ സംഭവം പറയാൻ. വൈകുന്നേരം ആരുടെ ഒന്ന് ഓർക്കാൻ. നിങ്ങൾ നോക്കിക്കോ, ഇന്നലെ രാവിലെ കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ശരി, കേരളത്തിൽ നിന്നാണോ അയാളോട് തന്നെ ചോദിക്കും. അല്ലാതെ ഞാനെന്താ പറയണത്? ഇതുപോലത്തെ വിഡ്ഢിത്തരമൊക്കെ വന്നിട്ട് പറയും ആസാം മുഖ്യമന്ത്രിയായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചർച്ച നടത്തിയത് BJP പോകാൻ വേണ്ടിയിട്ട്. അല്ല, അതൊക്കെ അറിയാം. അതുകൊണ്ട് ആസാം മുഖ്യമന്ത്രി കേരളത്തിലുള്ളൊരു കോൺഗ്രസ് നേതാവിനെ അറിയില്ല, അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി. ഇതുപോലത്തെ ഓരോ വിഡ്ഢിത്തരങ്ങൾ ഓരോരുത്തർ വന്ന് പറയണതിന് നമ്മൾ മറുപടി കാണാനിരിക്കണം. സൂറത്തിൽ കോൺഗ്രസ് അതിൻ്റെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയാണ്. മനഃപൂർവ്വമായി ഒരു കാൻഡിഡേറ്റിനെ അയാളെ പ്രപ്പോസ് ചെയ്ത ആളുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അഫിഡവിറ്റ് വാങ്ങിച്ച് അത് അവരുടെ ഒപ്പമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ നോമിനേഷൻ തള്ളിച്ചത്. ആ തള്ളിയെ തുടർന്ന് BSPയുടെ നോമിനേഷനും ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്ക് നോമിനേഷനും ബലം പ്രയോഗിച്ചും പണം കൊടുത്തും തള്ളിച്ചിട്ട് ഏകകണ്ഠമായി വിജയിച്ച്
അപ്പോൾ സൂറത്ത് ഈ ഗോവിന്ദൻ പറയണ എല്ലാ സീറ്റും BJP ഉറപ്പായിട്ട് ജയിക്കുമെന്ന് ഗോവിന്ദൻ വരെ പറയണ സീറ്റിൽ പോലും അവർക്ക് പേടിയുണ്ട് മത്സരിക്കാൻ. അതുകൊണ്ടാണ് ഈ പണി ചെയ്തത്. അപ്പോൾ ജനാധിപത്യവും തെരഞ്ഞെടുപ്പ് സംവിധാനവും എത്രമാത്രം, ഞാൻ അതല്ലേ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇവരുടെ വെറും ആയുധങ്ങളായി പ്രവർത്തിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോൺഗ്രസ് അതിൻ്റെ നിയമപരമായ നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുക.